ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഷോൺ ബേക്കർ ഡയറക്ട് ചെയ്ത കോമഡി ഡ്രാമ സിനിമയായ അനോറയാണ്. ഈ കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ പാം ഡിയോർ അവാർഡും ഗോൾഡൻ ഗ്ലോബ്സിൽ ബെസ്റ്റ് ആക്ട്രസ്, ബെസ്റ്റ് സ്ക്രീൻ പ്ലേക്ക് ഉൾപ്പെടെ നോമിനേഷൻ കിട്ടിയൊരു സിനിമയാണിത്. മാത്രമല്ല ഇത്തവണത്തെ IFFKയ്ക്കും ഈ സിനിമ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സിനിമയിൽ പ്രധാന വേഷത്തിൽ വരുന്നത് മിക്കി മാഡിസൺ ആണ്. സപ്പോർട്ടിംഗ് റോളിൽ മാർക്ക് എഡിൽസ്റ്റൺ എന്ന റഷ്യൻ ആക്ടറും കൂടെ മറ്റു ചില ആക്ടേഴ്സും ഉണ്ട്. ഇനി ഇതിൻ്റെ കഥയിലേക്ക് വന്നാൽ, ആനി എന്ന 23 വയസ്സുള്ള ഒരു സ്ട്രിപ്പ് ക്ലബ് ഡാൻസറിന്റെ കഥയാണ് ഇവിടെ പറയുന്നത്. അവളുടെ സ്റ്റേജ് നെയിമാണ് അനോറ. അമേരിക്കയിൽ വെക്കേഷന് വരുന്ന ഇവാൻ എന്ന റഷ്യൻ പയ്യനെ ആ സ്ട്രിപ്പ് ക്ലബിൽ വെച്ച് അവൾ പരിചയപ്പെടുന്നു. അവരെ ഡേറ്റ് ചെയ്യുന്നു. ആ റിലേഷൻ സീരിയസ് ആകുന്നു. സോ അവർ പെട്ടെന്നുണ്ടാകുന്ന ആ ഒരു ഇഷ്ടത്തിന്റെ പുറത്ത് ഒന്നും പ്ലാൻ ചെയ്യാതെ കല്യാണം കഴിക്കുന്നു. ബേസിക്കലി ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്കിലെ നിബ്ബി ലവ് സ്റ്റോറി പോലെ. പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആകുന്നത്. കാരണം ആ പയ്യൻ വലിയൊരു പവർഫുൾ ആയിട്ടുള്ള റഷ്യൻ ഫാമിലിയിലെ ഒരു മെമ്പറാണ്. അവരുടെ കല്യാണം കഴിഞ്ഞു എന്നറിയുന്നതോടെ അവനെ അവിടെ നോക്കാൻ ഏൽപ്പിച്ച എല്ലാവരും ഉടനെ എത്തുന്നു. പിന്നെ സംഭവിക്കുന്ന കാര്യങ്ങളും അത് കാരണമുണ്ടാകുന്ന കോംപ്ലിക്കേഷനും ഒക്കെയാണ് കഥ മുൻപോട്ട് കൊണ്ടുപോകുന്ന ഫാക്ടേഴ്സ്. ആനി എന്ന പെൺകുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് കഥ മുൻപോട്ട് പോകുന്നത്. ഈ ഫിലിമിന്റെ ആദ്യത്തെ അരമണിക്കൂറാണ് ഈ ഒരു റൊമാൻറ്റിക് ആംഗിൾ ഉള്ളത്. ആദ്യത്തെ അരമണിക്കൂർ തരുന്നൊരു വൈബുണ്ട്. അത് വിഷ്വലി ഭയങ്കര രസമാണ്. അത് കഴിഞ്ഞാൽ ഫിലിം ഒരു ഡാർക്ക് കോമഡി ആംഗിളിലേക്കാണ് പോകുന്നത്. ഈ റിവ്യൂ എനിക്ക് കുറച്ച് നെഗറ്റീവ് ഫീഡ്ബാക്സ് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണിത്. പക്ഷേ പേഴ്സണലി എനിക്ക് ഒട്ടും വർക്കാവാത്ത ഒരു സിനിമയായിരുന്നു അനോറ. മേ ബി ഒരുപാട് എക്സ്പെക്ടേഷൻ വെച്ച് കണ്ടതുകൊണ്ടാകാം എനിക്കിത് ഡിസപ്പോയിന്റിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അല്പം ഓവർ ഹൈപ്ഡ് ആണോ എന്ന് തോന്നിപ്പോയി കണ്ടു കഴിഞ്ഞപ്പോൾ. കാരണം വളരെ തിന്നായിട്ടുള്ളൊരു പ്ലോട്ടാണ് സിനിമയിൽ. അത് തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത പോലെയായിരുന്നു. ഒരു മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഒരു ഇഴഞ്ഞാണ് സിനിമ പോകുന്നത് നമുക്ക് ഫീൽ ചെയ്യും. ബിക്കോസ് സ്ക്രിപ്റ്റിൽ വലിയ ഹാപ്പനിങ്സ് ഒന്നുമില്ല. ഇവിടെ വരുന്ന ചില കോമഡികളും എനിക്ക് പേഴ്സണലി വർക്കൗട്ട് ആയിട്ടില്ല. മിക്കി മാഡിസൺ നല്ല പെർഫോമൻസ് ആയിരുന്നെങ്കിലും ആനി എന്ന ക്യാരക്ടർ സത്യത്തിൽ നല്ല പൊട്ടൻഷ്യൽ ഒരു ക്യാരക്ടറാണ് സിനിമ തുടങ്ങുമ്പോൾ. പക്ഷേ അത് അണ്ടർ യൂട്ടിലൈസ്ഡ് ആയതുപോലെ തോന്നി. പ്രോപ്പറായിട്ട് ക്യാരക്ടർ ഡെവലപ്മെന്റ് കൊടുക്കാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ആ ക്യാരക്ടർ ഇടയ്ക്കിടയ്ക്ക് സബ്റ്റിലായിട്ടുള്ള കാര്യങ്ങൾ ഇടുന്നുണ്ട്. പേര് സിറ്റുവേഷൻ അനുസരിച്ച് സ്വിച്ച് ചെയ്യുന്നതൊക്കെ അതൊക്കെ നല്ലതായിരുന്നു. ഈ സിനിമയുടെ ക്ലോസിംഗ് ഷോട്ടിൽ പുള്ളിക്കാരുടെ ക്യാരക്ടറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. അവളെന്താ ഇങ്ങനെ ആയിപ്പോയത്, അല്ലെങ്കിൽ എന്തിനാ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്നൊക്കെ. അത് ആക്ച്വലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. സോ ആ ക്യാരക്ടറിന് കുറച്ചുകൂടെ ഡെപ്ത് കൊടുത്ത് പ്രസന്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഓർത്തിരിക്കുന്ന ഒരു സിനിമയായനെ എന്ന് തോന്നിപ്പോയി. സോ ഓവറാൾ പറഞ്ഞാൽ അനോറ എനിക്ക് ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള, അധികം ഡെപ്ത് ഒന്നും ഫീൽ ചെയ്യാത്ത ഒരു സിനിമയായിട്ടാണ് ഫീൽ ചെയ്തത്. ഇത്രയും അപ്രിസിയേഷൻ കിട്ടിയ സ്ഥിതിക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയെന്ന് മാത്രം. എൻ്റെ പെർസ്പെക്റ്റീവ് ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമയുടെ ഒരു വിഷ്വൽ സ്റ്റൈലും കളർ ഗ്രേഡിങ്ങും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം ചിലപ്പോൾ ഫിലിം കാണുമ്പോൾ. അതുകൊണ്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കാനൊരു വൈബാണ്. സോ ഇതാണ് എൻ്റെ റിവ്യൂ ഓഫ് അനോറ. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.